ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബട്ടർ ഫ്രൂട്ടിൽ ഒരു ലോക്കിംഗ് ആരോഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനുവേണ്ടി റൂട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ലൈവിലുള്ള ഒരു കിർണിമരത്തിൻ്റെ ഒരു കമ്പാണ്. ഈ ചെടി നിലത്ത് നിന്ന് ഒരടി പൊക്കത്തിൽ മുറിച്ചെടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ ആരോഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാമേജ് ഒന്നും ഇല്ലാതെ കറക്കി കട്ടർ വെച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കത്തിയോ നൈഫോ എന്തെങ്കിലും വെച്ചിട്ട്, നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ സെൻറ്റർ സൈഡ് ഒരു 2 ഇഞ്ച് താഴത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കൃത്യം സെൻറ്ററിൽ തന്നെ വെക്കുക. കാരണം സെൻറ്ററിൽ വെച്ചില്ലെങ്കിൽ ഒരു പക്ഷേ 2 സൈഡിലോട്ട് പാളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യം സെൻറ്ററിൽ തന്നെ ആക്കി വെക്കുക. ഇപ്പോൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെൻറ്റർ വശത്ത് ശരിക്ക് അകത്തി വെക്കാൻ പാകത്തിന് ഒരു ഗ്യാപ്പുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ 2 സൈഡ് വശവും ഒരു ആരോ പോലെ ഒരു 1 ഇഞ്ച് താഴ്വശത്ത് നിന്ന് ചെത്തി ഒരു മൊന പോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ആരോയുടെ ഷേപ്പിലോട്ട് വരും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തു വെക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡും സെൻറ്ററിൽ ഒരു ഹോളായിട്ടുണ്ട്, 2 സൈഡും ഒരു ആരോയുടെ ഷേപ്പിലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒന്ന് സൈഡ് ഷാർപ്പാക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി. സെൻറ്ററും സെയിം ആയിട്ടുണ്ട്, സെൻറ്ററും 2 ഇഞ്ച് താന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ബട്ടർ ഫ്രൂട്ടിൻ്റെ ഈ ബഡ്സ് ഇറക്കി വെക്കുന്നത്. ഇപ്പോൾ റൂട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ്സ് എടുത്തിട്ട് അതും അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നല്ല പോലെ കഴിഞ്ഞ വർഷം കായ്ക്കുന്ന ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒരു കമ്പാണ് ബഡ്സായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് വശം ചെറിയ കമ്പുകൾ, ഇലകൾ അങ്ങനെയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. മെയിനായിട്ടുള്ള മുകുളങ്ങളൊക്കെ ഉള്ള ബഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം അത് ഒന്ന് അടിവശത്തുനിന്ന് ഒരു 10 സെൻറ്റിമീറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അതിനകവശം ഒരു ചെറിയ കറുപ്പൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ അകവശം അങ്ങനെയാണ് വരുന്നത്. ഈ ചെടിയുടെ എല്ലാത്തിൻ്റെ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുക്കുമ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചിട്ട് ഏകദേശം ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് 1.5 ഇഞ്ച് അകത്തോട്ട് സെൻറ്റർ വശം ഒന്ന് നല്ലപോലെ കീറി വിടുക. 2 സൈഡ് വശം 2 സൈഡിലും കീറി വിടുക. കാരണം അതിനകത്ത് ഒരു 0.1 mm സൈസിൽ ഒരു ചെറിയ പീസ് അകത്ത് വേണം. 2 സൈഡും കട്ട് ചെയ്ത് വെക്കുകയും വേണം. ഇപ്പം 3 കീറൽ വരുന്നുണ്ട്. 3 കീറൽ വരുമ്പം ഒരകംവശം കൃത്യമായിട്ട് വരുന്നുണ്ട്, പുറം വശം 2 പാളികളായിട്ടും കാണിക്കുന്നുണ്ട്. ആ പാളികളാണ് നമുക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഈ 2 സൈഡുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ചെയ്യുമ്പോൾ നല്ല കൃത്യമായിട്ട് ചെയ്യുക. കാരണം അതിനകത്ത് നിൽക്കുന്ന പീസ് ശരിക്ക് ഇതിനകത്തോട്ട് ഒട്ടി നിൽക്കണം. അതിനകത്താണ് വേര് പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അകത്തി നോക്കിയാൽ മതി. അകത്തി നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ പിന്നീട് കട്ട് ചെയ്യുമ്പോൾ ആരോ പോലെ ഒരു സൈഡിൽ നിന്ന് ഒരു ചെത്തി ഒരു ചെറിയ പീസ് 2 സൈഡിൽ നിന്ന് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം അകത്ത് നിൽക്കുന്ന ആ കട്ടിങ് ശരിക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇറങ്ങിപ്പോവുകയും ഇതിൻ്റെ സൈഡ് വശം ചെറുതായിട്ട് ചെത്തി വെച്ചിരിക്കുന്ന സൈഡുകൾ സൈഡ് വശത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ലോക്ക് ഗ്രാഫ്റ്റ് പോലെ അകത്തോട്ട് ഇറങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് 2 സൈഡും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടെ ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യുക. നല്ല മൂർച്ചയുള്ള നൈഫോ ബ്ലേഡോ വെച്ചിട്ട് ചെയ്യുക. ഇപ്പം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അകംവശവും മാത്രം നിർത്തി 2 സൈഡും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പോയിന്റിൽ ഒരു ചൂണ്ടയുടെ സൈസ് പോലെ ഒരു കൊളുത്ത് പോലെ ആണ് നിൽക്കുന്നത്. ഇപ്പം ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും, അകംവശം കാണുന്നുണ്ട്, പുറം വശം കാണുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒന്ന് സാമ്പിളിന് ഒന്ന് വെച്ച് നോക്കുക. കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഫിറ്റ് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. അകത്തുള്ള പീസും പുറത്തുള്ള പീസും എല്ലാം ക്ലിയറാണ്. ഇനി നമുക്ക് ഒരു ചെറിയ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡ് വശവും 2 സൈഡിൻ്റെ റൂട്ട്സിൻ്റെ ബഡ്സിൻ്റെ സൈഡ് ഒന്ന് ക്ലിയറാക്കി ഒന്ന് തേച്ച് കൊടുക്കുക. അകംവശമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം വേര് പിടിക്കാനും അതിലോട് സെറ്റായി കിട്ടാനും എല്ലാം ഇതിനകത്തോട്ട് സെറ്റായി കിട്ടാനെല്ലാം നല്ല ഉപകരിക്കും. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തൊടുന്നില്ല. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. 2
ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ക്ലിയർ ആക്കി ഇനി നമുക്ക് എടുത്ത് ഇത് വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ ചുറ്റി ക്ലിയർ ആക്കി എടുക്കാം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്തുനിന്ന് പൊട്ടിപ്പോകുന്ന വിധത്തിലാകരുത്. ഈ 1.5 ഇഞ്ച് 2 ഇഞ്ച് ആ സൈസിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അതിനോട് ഒട്ടി നിൽക്കുകയും വേണം, നല്ല പോലെ സെറ്റായിട്ട് നിൽക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് വേരുകൾ തോലിനോട് പിടിച്ച് സെറ്റായി കിട്ടുകയുള്ളൂ. ഇപ്പം ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ടില്ലെങ്കിലും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ ഏകദേശം 1 ഇഞ്ചിൻ്റെ ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ ടേപ്പാണെങ്കിൽ കൃത്യമായിട്ട് എയർ കയറാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ നല്ലപോലെ വലിഞ്ഞ് നല്ലപോലെ ചുറ്റി കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, ഒരു മീഡിയം ടൈറ്റിൽ മാത്രം ഇതുപോലെ കറക്കി ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്ത് മേലവശത്തും കുറച്ച് കൂട്ടി കൊടുക്കുക, താഴ്വശത്തും കൂട്ടി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് മഞ്ഞും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഗ്രാഫ്റ്റിങ്ങിനൊക്കെ നല്ല സമയമാണ്, ഏറ്റവും നല്ല പറ്റിയ സമയമാണിത്. കാരണം മഴ മാറി ഇപ്പം ചെറിയ മഞ്ഞും ഈർപ്പും ഒക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളവർ ഈ സമയത്ത് പ്രത്യേകിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പരീക്ഷണം നടത്തി നോക്കുക. കാരണം മറ്റുള്ള സമയങ്ങളിൽ ചെയ്ത് ഫെയിലിയർ ആകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, പക്ഷേ ഈ സമയത്ത് ചെയ്യുക. ഇപ്പം നല്ലപോലെ ചുറ്റി വരിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഏകദേശം നല്ലപോലെ നല്ല ടൈറ്റായി. വേറെ കമ്പിനൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, അടിവശത്തും കംപ്ലൈൻ്റ് ഇല്ല. ഇത് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് വശത്ത് കുഴി എടുത്തിട്ട് വേരും ഇതും കൂടെ കൂട്ടിയിട്ട് എവിടെയാണ് നട്ടുവെക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് നട്ടുവെക്കുന്നതെങ്കിലും കുഴപ്പമില്ല. അതല്ല, എടുത്ത് പറിച്ച് മാറ്റി വെക്കണമെങ്കിൽ വേരെല്ലാം പിടിച്ചതിന് ശേഷം മണ്ണ് കൂട്ടിയിട്ട് കൊത്തിക്കിളച്ചെടുക്കുക. വേരുകൾ പൊട്ടാതെ കുറച്ച് മണ്ണ് കൂടുതലായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് നട്ടുവെക്കേണ്ടതെങ്കിൽ നട്ടുവെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ടേപ്പ് എല്ലാം ചുറ്റി ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷായി. ഇതിനകത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കവറ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല നീറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട്, ഇത് കവർ ചെയ്യാൻ പാകത്തിനുള്ള പ്ലാസ്റ്റിക് കവർ ആയിരിക്കണം. അതിനകത്തേക്ക് നല്ല പോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വന്നു കഴിയുമ്പം ഒന്ന് കുടഞ്ഞ് കളയുക. കുടഞ്ഞ് കളഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് വശത്തോട്ട് വെച്ചിട്ട് അകത്തോട്ട് വെച്ചിട്ട് അതിൽ മുട്ടാത്ത രീതിയിൽ ഒന്ന് പൊക്കി വെച്ചിട്ട് അടിവശത്ത് ടേപ്പ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒന്ന് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി കെട്ടിക്കൊടുക്കുക. ഇനി ഒരു 60 ദിവസം, 45 ദിവസം തൊട്ട് 60 ദിവസം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം തുറന്ന് നോക്കുക. ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കരുത്. ഇതുപോലെ തന്നെ തുടരുക. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ. ഗുഡ് ലക്ക് എവരിബഡി.